അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, നമ്മളിൽ പലരും വലിയ പാപങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ അറിയാതെ തന്നെ ദിവസേന ചില തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നുമെങ്കിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ അതിന് വലിയ ഉത്തരവാദിത്തമുണ്ടാകാം. ഇന്ന് നമുക്ക് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഖുർആനിൻ്റെയും സ്വഹീഹായ ഹദീസുകളുടെയും വെളിച്ചത്തിൽ മനസ്സിലാക്കാം. ഒന്നാമതായി, മറ്റൊരാളെ പരിഹസിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യുന്നത്. ചിലപ്പോൾ തമാശയെന്ന പേരിൽ ഒരാളുടെ രൂപത്തെയോ സംസാര രീതിയെയോ ദാരിദ്ര്യത്തെയോ കളിയാക്കാറുണ്ട്. എന്നാൽ ഖുർആൻ വിശ്വാസികളെ അതിൽ നിന്ന് വ്യക്തമായി വിലക്കുന്നു. രണ്ടാമതായി, പുറകിൽ നിന്ന് മറ്റൊരാളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നത്. ഗീബത്ത് അഥവാ പരദൂഷണം ഇസ്ലാമിൽ വളരെ ഗുരുതരമായ പാപമാണിത്. ഖുർആൻ അതിനെ സ്വന്തം മരിച്ച സഹോദരന്റെ മാംസം ഭക്ഷിക്കുന്നതിനോട് ഉപമിക്കുന്നു. മൂന്നാമതായി, നമസ്കാരം വൈകിപ്പിക്കുന്നത്. നമസ്കാരം പൂർണ്ണമായി ഉപേക്ഷിക്കാതിരുന്നാലും കാരണമില്ലാതെ സമയം കഴിഞ്ഞ് നിർവഹിക്കുന്നത് ഒരു വിശ്വാസി വളരെ ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ്. നാലാമതായി, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുക. ഉഫ് എന്ന് പോലും പറയരുതെന്ന് അള്ളാഹു പഠിപ്പിച്ചിരിക്കെ എത്ര തവണയാണ് നാം അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്നത്? അഞ്ചാമതായി, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാതെ നിരന്തരം പരാതിപ്പെടുക. നന്ദിയുള്ള ഹൃദയം ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സമ്പത്താണ്. ആറാമതായി, സോഷ്യൽ മീഡിയയിൽ ഉറപ്പില്ലാത്ത വാർത്തകളും അപവാദങ്ങളും പരിശോധിക്കാതെ പങ്കുവെക്കുക. ഒരൊറ്റ ഷെയർ പോലും മറ്റൊരാളുടെ ജീവിതത്തെ ബാധിച്ചേക്കാം. അതുകൊണ്ട് വാർത്തകൾ പരിശോധിക്കണമെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ഏഴാമതായി, നല്ല പ്രവർത്തികൾ നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുക. തൗബയും നമസ്കാരവും ഖുർആൻ പാരായണവും നാളേക്കായി മാറ്റിവെക്കുമ്പോൾ ആ നാളെ നമ്മെ കാത്തിരിക്കുന്നതിന് യാതൊരു ഉറപ്പുമില്ല. പ്രിയ സഹോദരങ്ങളെ, അള്ളാഹു നമ്മുടെ തെറ്റുകൾ നമ്മുടെ തെറ്റുകൾ കണിക്കാനല്ല, തിരുത്താനാണ് ഈ ഓർമ്മപ്പെടുത്തലുകൾ നൽകുന്നത്. ഇന്നു തന്നെ ആത്മപരിശോധന നടത്താം. നമ്മുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാം. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പാപമോചനം തേടാം. അള്ളാഹു നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരികയും സത്യത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിർത്തുകയും ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.